നമസ്കാരം. വാർത്താരംഭത്തിലേക്ക് സ്വാഗതം. നിരവധി വാർത്തകളുള്ള ഒരു ദിവസമാണ് ഇന്ന്. വേലൂർ മഗ്ന ഓപ്പറേഷൻ അത് വൈകുകയാണ്. അവിടെ ആന ഉൾവനത്തിലേക്ക് പോയിരിക്കുന്നു. ദൗത്യസംഘം ആനയെ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഓപ്പറേഷൻ വൈകുന്നതിൽ വലിയ പ്രതിഷേധമുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ പന്തം കൊളുത്തി പ്രകടനമൊക്കെ നാട്ടുകാർ നടത്തി. പക്ഷേ അതിനിയും സമയമെടുക്കാനാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്നും വരുന്ന വിവരങ്ങൾ. മറ്റൊന്ന്, കർഷകരുടെ പ്രക്ഷോഭം തുടരുകയാണ്. കർഷകർ ഡൽഹിയിലേക്ക് എത്തുന്നു. അപ്പോൾ തന്നെ അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇന്ന് കർഷകരുമായി വീണ്ടും ചർച്ച നടത്താനാണ് നീക്കം. കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് അത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് കേന്ദ്രവുമായുള്ള ചർച്ച നടക്കുന്നു. അങ്ങനെ നിരവധി വാർത്തകൾ നമുക്ക് നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. പ്രക്ഷോഭം തുടരുന്ന കർഷകരെ അനുനയിപ്പിക്കാൻ കേന്ദ്രം. ഇന്ന് വീണ്ടും ചർച്ച. അതിർത്തിയിൽ സുരക്ഷ കൂടുതൽ കടുപ്പിച്ച് പോലീസ്. സിംഘു, ഗാസിപൂർ, തിക്രി അതിർത്തികൾ അടച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിൽ. നയതന്ത്ര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ ചർച്ചകൾ. സന്ദർശനം 8 വർഷങ്ങൾക്ക് ശേഷം. ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതി വിധി ഇന്ന്. പദ്ധതിയെ ചോദ്യം ചെയ്ത് ഒരു കൂട്ടം ഹർജികൾ. വിധി പറയുന്നത് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ബെഞ്ച്. കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രവുമായി കേരളത്തിന്റെ ചർച്ച ഇന്ന്. ധനമന്ത്രി KN ബാലഗോപാൽ ഡൽഹിയിലേക്ക്. നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഇന്ന് അവസാനിക്കും. സപ്ലൈകോയിൽ ഇന്നു മുതൽ വില വർധന. 13 ഇനങ്ങളുടെ സബ്സിഡി വെട്ടിക്കുറച്ചു. വർധന 8 വർഷങ്ങൾക്ക് ശേഷം. ജനങ്ങളെ കാര്യമായി ബാധിക്കില്ലെന്ന് മന്ത്രി GR അനിൽ. 5ാം ദിനവും ദൌത്യസംഘത്തെ കുഴക്കി വേലൂർ മഗ്ന. ആന വനത്തിനുള്ളിലേക്ക് കടന്നു. മാനിവയൽ ഭാഗത്തുനിന്ന് സിഗ്നൽ. ദൌത്യം വൈകുന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. തൃപ്പൂണിത്തുറ പടക്കശാലയിലെ സ്ഫോടനത്തിൽ 5 പേർ കൂടി കസ്റ്റഡിയിൽ. പിടിയിലായത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ. കസ്റ്റഡിയിലെടുത്തത് അടിമാലിയിൽ നിന്ന്. ഇന്ത്യ ഇംഗ്ലണ്ട് 3ാം ടെസ്റ്റിന് അല്പസമയത്തിനകം രാജ്കോട്ടിൽ തുടക്കം. ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾക്ക് സാധ്യത. പരമ്പരയിൽ മുന്നിലെത്താൻ ഇന്ത്യ. വാർത്തകളിലേക്ക് വിശദമായി. കർഷക സമരം 3ാം ദിനത്തിൽ. കർഷകരുമായി കേന്ദ്ര സർക്കാർ ഇന്ന് ചർച്ച നടത്തും. വൈകിട്ടാണ് ചർച്ച. കർഷകർ പ്രവേശിക്കാതിരിക്കാൻ പഞ്ചാബ്, ഹരിയാന അതിർത്തികൾ അടച്ച് വഴിമുടക്കിയിരിക്കുകയാണ് പോലീസ്. ER രാഗേഷ് വിവരങ്ങളുമായി ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, കർഷകർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിർത്തികളിൽ ശക്തമായ കൂടുതൽ സുരക്ഷയൊരുക്കിയാണ് അവരെ തടയുന്നത്. അനുനയ ചർച്ചകൾ നടക്കുന്നു എന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. എന്തൊക്കെ സാധ്യതകളാണുള്ളത്? കർഷകരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ കേന്ദ്ര സർക്കാർ വഴങ്ങാനുള്ള സാധ്യത എത്രമാത്രമാണ്? രേണുക, കർഷക സമരം ഡൽഹി ചലോ മാർച്ച് ഏതായാലും 3ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഏതായാലും ഇന്ന് ഈ സമരത്തെ സംബന്ധിച്ച് നിർണായക ദിനമാണ്. കാരണം കർഷകരുമായി വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, ഒപ്പം തന്നെ കൃഷിമന്ത്രി അർജുൻ മുണ്ട, ഒപ്പം നിത്യാനന്ദ റായ് എന്നീ കേന്ദ്രമന്ത്രിമാരാണ് ഇന്ന് കർഷക സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തുക. വൈകിട്ട് 5 മണിക്ക് ചണ്ഡീഗഡിലാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും 12 ആവശ്യങ്ങളാണ് കർഷകർ ഉന്നയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് താങ്ങുവില സംബന്ധിച്ച് നിയമ സംരക്ഷണം വേണമെന്ന ആവശ്യം. കാരണം 2020 സമരകാലത്ത് ഇത്തരമൊരു ഉറപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നൽകിയിരുന്നു. പക്ഷെ അത് പാലിക്കാൻ സർക്കാർ തയ്യാറായില്ല എന്നാണ് കർഷക സംഘടനകൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്നത് ഈ താങ്ങുവിലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലുള്ള കമ്മിറ്റിക്ക് പുറമെ മറ്റൊരു കമ്മിറ്റി കൂടി രൂപീകരിക്കാം. അതിൽ കർഷക സംഘടനാ പ്രതിനിധികളെ കൂടുതലായി ഉൾപ്പെടുത്താം. അതിനുശേഷം ഒരു വിശദമായ ചർച്ചയാകാം എന്നൊരു നിലപാടാണ് കേന്ദ്രം ഇപ്പോൾ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇന്നത്തെ ചർച്ചയിലും കേന്ദ്രം ആ നിലപാട് തന്നെയായിരിക്കും സ്വീകരിക്കുക. അങ്ങനെയെങ്കിൽ അതിനോട് കർഷക സംഘടനകൾ എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ സമരത്തിന്റെ ഭാവി. ഏതായാലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ്
കർഷക സംഘടനകൾ ഇതിനെ ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ഈ അതിർത്തിയിൽ, ശംഭു അതിർത്തിയിൽ, ഹരിയാനയുടെയും പഞ്ചാബിന്റെയും അതിർത്തികളിൽ നിരവധി കർഷകരുണ്ട്. ഏതാണ്ട് 75,000-ലധികം കർഷകർ അവിടെ തമ്പടിച്ചിട്ടുണ്ട് വിവിധ അതിർത്തികളിലായി. ഇതിൽ ശംഭു അതിർത്തിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിഷേധം അരങ്ങേറുകയും ചെയ്തത്. ഏതായാലും കർഷക സംഘടനാ ഭാരവാഹികൾ ഇപ്പോൾ വ്യക്തമാക്കിയത് ദില്ലിയിൽ പ്രവേശിക്കാനായി ഒരു തരത്തിലുള്ള പ്രകോപനവും അല്ലെങ്കിൽ ബാരിക്കേഡുകൾ തകർത്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളൊന്നും തന്നെ ഇന്ന് കർഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. കാരണം ഇന്ന് ചർച്ച നടക്കുന്നു, 5 മണിക്ക് ചർച്ചയുണ്ട്. അപ്പോൾ ആ ചർച്ചയുടെ റിസൾട്ട് എന്തായിരിക്കും അതിനെ ആശ്രയിച്ചായിരിക്കും ഭാവി പരിപാടി എന്നാണ് പറയുന്നത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രകോപനമുണ്ടായാൽ പക്ഷേ വെറുതെ നിൽക്കില്ല എന്ന് കൂടി കർഷകർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ, കഴിഞ്ഞ 2 ദിവസവും കർഷകർക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിച്ചിരുന്നു ഹരിയാന പോലീസ്. പ്രത്യേകിച്ച് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് മുമ്പൊന്നും കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ടിയർ ഗ്യാസ് പ്രയോഗം കർഷകർക്ക് നേരെ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ ഇന്ന് ഡൽഹിയിലേക്ക് കടക്കാനുള്ള ശ്രമം ഉണ്ടാകില്ല എന്നാണ് കർഷക സംഘടനകൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും 5 മണിക്കാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. 2 ദിവസത്തെ UAE സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി ഇന്ന് ഖത്തർ അമീറുമായും കൂടിക്കാഴ്ച നടത്തും. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി എത്തിയത്. ആദ്യ ദിവസത്തെ അഹ്ലാൻ മോദി പരിപാടിയിൽ പ്രവാസികളെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഇന്നലെ ബാബ്സി ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു. അവിടെ നിന്നാണ് ഖത്തറിലേക്ക് എത്തുന്നത്. ഖത്തറിൽ അമീറുമായി ഇന്ന് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഈ സന്ദർശനം ശ്രദ്ധേയമാകുന്നത് ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നാവികർ, അവർക്ക് പിന്നീട് ശിക്ഷ ഇളവ് ലഭിക്കുന്നു. അവരെ പിന്നീട് വിട്ടയക്കുന്ന സാഹചര്യമുണ്ടായി. അത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ് എന്ന് കണക്കാക്കുന്ന വേളയിലാണ് പ്രധാനമന്ത്രി 8 വർഷങ്ങൾക്ക് ശേഷം ഖത്തറിലേക്ക് എത്തുന്നത് എന്നതാണ് ഈ സന്ദർശനത്തിന്റെ ഏറ്റവും പ്രാധാന്യം ഉണ്ടാക്കുന്ന കാര്യം. ഇപ്പോൾ സുവി വിശ്വനാഥ് വിവരങ്ങളുമായി ചേരുകയാണ്. സുവി, 8 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രി ഖത്തറിലെത്തുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ ഇതിനോടകം നടന്നു എന്നാണ് പ്രധാനമന്ത്രി എക്സിലൂടെ വ്യക്തമാക്കിയത്. ഇനി എന്തൊക്കെയാണ് കൂടിക്കാഴ്ചകൾ, ആരൊക്കെയായിട്ടാണ് കൂടിക്കാഴ്ചകൾ? വിശദാംശങ്ങൾ. രേണുക, ദ്വിദിന സന്ദർശനത്തിനായിട്ടാണ് പ്രധാനമന്ത്രി ഖത്തറിൽ എത്തിയിരിക്കുന്നത്. UAEയിലെ സന്ദർശനത്തിന് ശേഷം ഖത്തറിൽ എത്തിയ പ്രധാനമന്ത്രിയുടെ സന്ദർശനവും ഏറെ ശ്രദ്ധയാകർഷിക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് പ്രധാനമന്ത്രി എത്തിയത്. വിദേശകാര്യമന്ത്രി സുൽത്താൻ ബിൻ സാദ് അൽ മുറൈഖി അദ്ദേഹത്തെ സ്വീകരിച്ചു. അതിനുശേഷം പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തി. ഉഭയകക്ഷി ചർച്ചകളാണ് നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുമായി ഇന്ന് അദ്ദേഹം ചർച്ചകൾ നടത്തും. ഖത്തർ അമീറുമായുള്ള അദ്ദേഹത്തിന്റെ ചർച്ച ഏറെ നിർണായകമാണ് എന്നാണ് കരുതുന്നത്. പ്രധാനമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഊർജം, നയതന്ത്രം ഉൾപ്പെടെ ധനകാര്യം തുടങ്ങിയ മേഖലകളിലുള്ള സഹകരണം വിപുലീകരിക്കുന്നത് സംബന്ധിച്ച ചർച്ചകളാണ് നടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയായിരിക്കും അമീറുമായി നടത്തുക എന്നാണ് കരുതുന്നത്. ഏതായാലും 8 വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ഖത്തറിൽ എത്തുന്നത്. ഒപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടത്, അടുത്തിടെ ഈ ചാരവൃത്തി ആരോപിച്ചതിനെ തുടർന്ന് 8 നാവികർ ഖത്തറിൽ തടവിലായിരുന്നു. ആ 8 നാവികർക്കും വധശിക്ഷയാണ് വിധിച്ചിരുന്നത്. അവരുടെ മോചനത്തിന് ശേഷമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി അവിടെ എത്തുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധയാകർഷിക്കുന്നത്. രാജ്യത്തിന്റെ ഒരു നന്ദി പ്രകടനം എന്ന രീതിയിൽ കൂടിയാണ് ഇത് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശന വാർത്ത പുറത്തുവരുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു നന്ദി പ്രകടനം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് സംബന്ധിച്ച വാർത്തകളും പുറത്തുവരുന്നുണ്ട്. ഏതായാലും പ്രധാനമന്ത്രിയുടെ ദ്വിദിന സന്ദർശനം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ വൈകിട്ടാണ് അദ്ദേഹം എത്തിയത്. ഇന്നും അദ്ദേഹം ഖത്തറിൽ തുടരും. ശരി, സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. പദ്ധതി ചോദ്യം ചെയ്തുള്ള ഒരു കൂട്ടം ഹർജികളിലാണ് കോടതി വിധി പറയുക. കോർപ്പറേറ്റുകൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ അനുമതി നൽകുന്നതാണ് പദ്ധതി. 3 മാസം മുൻപാണ് ഹർജികളിൽ വാദം പൂർത്തിയായത്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുക. കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട്
കേരളവും കേന്ദ്രവും തമ്മിൽ ഇന്ന് ചർച്ച നടക്കും. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് ചർച്ച നടക്കുക. ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ 4-അംഗ സംഘമാണ് കേരളത്തെ പ്രതിനിധീകരിക്കുക. വൈകിട്ട് 4 മണിക്കാണ് ചർച്ച. വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ്. ഈ സാഹചര്യത്തിലാണ് കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ചർച്ച നടക്കുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു ചർച്ച എന്നതുകൊണ്ട് തന്നെ പ്രതീക്ഷകളുണ്ടോ? കേന്ദ്രം അയയാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും കേരളവും കേന്ദ്രവും തമ്മിൽ മഞ്ഞുരുകുമെന്ന് തന്നെയാണ് നമുക്ക് നോക്കിക്കാണേണ്ടതായിട്ടുള്ളത്. വൈകിട്ട് 4 മണിക്കാണ് യോഗം നിശ്ചയിച്ചിട്ടുള്ളത്. ധനമന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെ 4-അംഗ സംഘമാണ് ഈ ഒരു ചർച്ചയ്ക്ക് കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തിയിട്ടുള്ളത്. ധനമന്ത്രിക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം, ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ, അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്നിവരാണ് ഈ സംഘത്തിലുള്ളത്. വൈകിട്ട് 4 മണിക്കാണ് യോഗമുള്ളത്. ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉള്ള ഈ സംഘം കൃത്യമായി കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യും. നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ, അതായത് രണ്ടാമത് പോരെ കോടതിയുടെ ഒരു മധ്യസ്ഥയിലുള്ള ചർച്ചയിലേക്ക് കടക്കുന്നത് ആദ്യം കേരളവും കേന്ദ്രവും തമ്മിൽ ഒരു ചർച്ചയാകട്ടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വരട്ടെ എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത് സുപ്രീം കോടതി തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച ഈ ഒരു കേസ് പരിഗണിക്കുമ്പോൾ പ്രധാനമായും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇത് തന്നെയായിരുന്നു. കടമെടുപ്പ് പരിധി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ആദ്യം ധനമന്ത്രിയും ഒപ്പം തന്നെ കേന്ദ്ര ധനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി തീരുമാനമെടുക്കട്ടെ എന്നുള്ളൊരു നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ഒപ്പം തന്നെ കേരളത്തിന്റെ അഭിഭാഷകൻ കൂടിയായിട്ടുള്ള കപിൽ സിബൽ ഇതിലെ ഇടനിലക്കാരനായി ഇക്കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമായിരുന്നു ഇതിന്റെ വിവരങ്ങളൊക്കെ, അതായത് ഇന്ന് വൈകിട്ട് നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷം ഇതിന്റെ കൃത്യമായ വിവരങ്ങളും കാര്യങ്ങളും സുപ്രീം കോടതിയിൽ അറിയിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 19-ാം തീയതി, അതായത് ഈ അടുത്ത തിങ്കളാഴ്ച ഈ കേസ് വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരും. അപ്പോൾ ഈ ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും തരത്തിൽ സമവായമായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ സുപ്രീം കോടതി അറിയിക്കണം എന്നുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും ഈ കടമെടുപ്പ് പരിധി കൂട്ടണം എന്നുള്ള കേരളത്തിന്റെ ആവശ്യം, അതിൽ കേന്ദ്ര സർക്കാർ ഒരു അനന്തയ നീക്കം ഉണ്ടാകുമോ എന്ന് നമുക്ക് കണ്ടറിയിരിക്കുന്നു. വൈകിട്ട് 4 മണിക്കാണ് ചർച്ച. ശരി, എന്തായാലും ഡൽഹിയിലെ ചർച്ചകളിൽ എന്തെങ്കിലും അനുകൂലമായ തീരുമാനമുണ്ടാകുമോ എന്നതാണ് ഇന്ന് ഏറ്റവും ഉറ്റുനോക്കുന്ന കാര്യം. നമുക്ക് സംസ്ഥാനത്തെ വാർത്തകളിലേക്ക് വന്നാൽ, സംസ്ഥാനത്ത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങൾക്ക് ഇന്നു മുതൽ വില വർദ്ധിക്കും. 13 ഇനം സാധനങ്ങൾക്ക് നൽകി വന്നിരുന്ന 55% സബ്സിഡി 35% കുറയ്ക്കുന്ന സാഹചര്യത്തിലാണ് വില വർധന ഉണ്ടാവുക. 8 വർഷത്തിന് ശേഷമാണ് സപ്ലൈകോ സാധനങ്ങളുടെ വില കൂട്ടുന്നത്. അതേസമയം വില വർധന ജനങ്ങളെ കാര്യമായി ബാധിക്കില്ല എന്നും 3 മാസം കൂടുമ്പോൾ വിപണി വിലയ്ക്കനുസരിച്ച് വില പുനർനിർണയിക്കുമെന്നും ഭക്ഷ്യമന്ത്രി GR അനിൽ പ്രതികരിച്ചു. ഗവൺമെന്റ് 2016 2014 വിലയിൽ നിന്നും മാർക്കറ്റ് വിലയിൽ നിന്ന് 26% വില കുറച്ച് സപ്ലൈകോയിലെ 13 ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. 2016 LDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അനുസരിച്ച് 5 വർഷക്കാലം ആ വിലയിൽ മാറ്റം വരുത്തില്ല എന്ന് തീരുമാനിക്കുക. അത് ഇപ്പോൾ തുടരുകയാണ്. 10 വർഷമായി ആ വിലയിൽ, 10 വർഷത്തിന് മുമ്പുള്ള വിലയിൽ തുടരുകയാണ്. നിങ്ങളെല്ലാം ഈ കഴിഞ്ഞ കുറെ നാളുകളായി റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ സപ്ലൈകോ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടമാണ് ഈ അടുത്ത നാളുണ്ടായത്. പല രൂപത്തിലുള്ള പരിഹാര മാർഗങ്ങൾ ആലോചിക്കുകയുണ്ടായി. അതിനനുസരിച്ച് വിദഗ്ധരായിട്ടുള്ള ഒരു സമിതി രൂപം കൊടുത്ത് ആ സമിതിയുടെ റിപ്പോർട്ട് കൂടെ വാങ്ങി. നിങ്ങളെല്ലാം അറിയേണ്ടത് 2011-14 ആ പീരീഡിലെ ഗവൺമെന്റ് അടക്കം അവശ്യ സാധനങ്ങൾക്ക് മാർക്കറ്റ് വിലയിൽ നിന്ന് 10% വില കുറച്ചാണ് സപ്ലൈകോ കടയിലൂടെ നൽകാൻ തീരുമാനിച്ചത്. അരിക്ക് മാത്രമാണ് 15 മുതൽ 20 വരെ ശതമാനം വില വ്യത്യാസത്തിൽ നൽകാൻ വേണ്ടി തീരുമാനമെടുത്തിരുന്നത്. മുൻപ് സപ്ലൈകോ രൂപം കൊടുത്ത നാൾ മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ മാർക്കറ്റ് വിലയിൽ നിന്നും ഒരു ചെറിയ ശതമാനത്തിന്റെ വില വ്യത്യാസത്തിലാണ് ജനങ്ങൾക്ക് വില വർധനവ് അധികം ബാധിക്കാതെ, പ്രയാസപ്പെടുത്താത്ത തരത്തിൽ അവശ്യ സാധനങ്ങൾ നൽകാൻ വേണ്ടി തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് 2016 മാർക്കറ്റ് വിലയിൽ നിന്ന് 26% വില വ്യത്യാസം തീരുമാനിച്ചെങ്കിൽ
ഇന്നലത്തെ മന്ത്രിസഭ മാർക്കറ്റ് വിലയിൽ നിന്ന് 35% വില കുറച്ച് ജനങ്ങൾക്ക് 13 നിത്യോപയോഗ സാധനങ്ങൾ നൽകാനുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ജനങ്ങളെ അധികം ബാധിക്കില്ല എന്ന് മന്ത്രി പറയുമ്പോഴും ഈ വിഷയം ഇന്ന് നിയമസഭയിൽ കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം. സഭയുടെ ബജറ്റ് സമ്മേളനം ഇന്ന് അവസാനിക്കുകയാണ്. വോട്ട് ഓൺ അക്കൌണ്ട് പാസാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത വിഷയം ഇന്ന് സഭയെ പ്രക്ഷുബ്ധമാക്കിയേക്കും. വിവരങ്ങളുമായി വി വിനോദ് ചേരുകയാണ്. വിനോദ്, സഭ ഇന്ന് പിരിയുകയാണ്. അവസാന ദിവസം എന്തൊക്കെ വിഷയങ്ങളാകും സഭയിലെത്തുക? ഇതിപ്പോൾ സപ്ലൈകോയിൽ വിലവർധന അതൊരു വിഷയമാണ്. സാധനങ്ങളില്ല എന്ന പരാതി കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ട്. അപ്പോൾ ആ വിഷയമൊക്കെ ശക്തമായി ഉന്നയിക്കാനാണോ പ്രതിപക്ഷത്തിന്റെ തയ്യാറെടുപ്പ്? രേണുക, സഭയെ തീപിടിപ്പിക്കാനുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇന്ന് പ്രധാനമായും രണ്ട് കാര്യങ്ങളായി ഉയർന്നു വരുന്നത്. ഒന്ന്, അടിയന്തര പ്രമേയമായി വരുന്നത് രേണുക പറഞ്ഞതുപോലെ തന്നെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവം, അത് ആലപ്പുഴയിൽ മർദ്ദിച്ച സംഭവം, അതിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഗൺമാൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് അന്ന് ഈ പ്രതിഷേധക്കാരെ മർദ്ദിച്ചത്. പോലീസ് പിടിച്ചുമാറ്റിയ ആളുകളെ അവിടേക്ക് ചെന്ന് മർദ്ദിക്കുകയായിരുന്നു. ഇത് ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ വ്യക്തമായി. എന്നാൽ പിന്നീട് മുഖ്യമന്ത്രി പറഞ്ഞത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നതാണ്. പരാതി നൽകിയെങ്കിലും പോലീസ് ആദ്യഘട്ടത്തിൽ കേസെടുക്കുകയോ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിരുന്നില്ല. പിന്നീട് കോടതിയെ സമീപിക്കുകയും കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കുകയും ചെയ്തു. എന്നാൽ ഇതുവരെയും ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് എത്തിയിട്ടില്ല. പലതവണ പോലീസ് നോട്ടീസ് അയച്ചെങ്കിലും ഇവർ അന്വേഷണവുമായി സഹകരിക്കുന്ന ഒരു നിലയിലേക്ക് പോയിട്ടില്ല. ഇതുതന്നെയായിരിക്കും ഇന്ന് അടിയന്തര പ്രമേയമായി വരിക. സഭ നിർത്തിവെച്ച് ഇക്കാര്യം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു രാഷ്ട്രീയ സമരമാണ്. ആ രാഷ്ട്രീയ സമരത്തെ ഭരണകൂടം അടിച്ചമർത്തിയെന്ന വികാരം അത് വലിയ തോതിൽ വലിയ വികാരമായി ഉയർന്നു വരും എന്ന കാര്യം ഉറപ്പാണ്. മറ്റൊന്ന്, സപ്ലൈകോയുടെ വിലവർധനയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 70% വരെ സബ്സിഡി നൽകിയിരുന്നത് 35% കുറച്ചിരിക്കുന്നു. ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഒരു കാര്യമാണ്. അടിസ്ഥാന ജനവിഭാഗത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. 40 ലക്ഷത്തിലധികം റേഷൻ കാർഡ് ഉടമകൾ സപ്ലൈകോ വഴി ഇത്തരത്തിൽ അവശ്യ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം ഇപ്പോഴാണ് ഈ സബ്സിഡി സാധനങ്ങളുടെ വിലക്കയറ്റം വരുന്നത്. നേരത്തെ വിലക്കയറ്റം ഉണ്ടാകില്ല എന്ന് പറഞ്ഞെങ്കിലും ആദ്യ സർക്കാരിന്റെ സമയത്ത് അത് ഉണ്ടായിരുന്നില്ല. പിന്നീട് രണ്ടാമത്തെ സർക്കാർ ഇത്ര പ്രശ്നം പിന്നിടുമ്പോഴാണ് ഇങ്ങനെ ഒരു വിലക്കയറ്റത്തിലേക്ക് പോകുന്നത്. അത് ന്യായീകരിച്ചുകൊണ്ടായിരിക്കും സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കുക. ഇതുവരെയും വിലക്കയറ്റം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയും കാലം മാറുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വിലക്കയറ്റത്തിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ സബ്സിഡി പൂർണ്ണമായി മാറ്റുകയല്ല, ഒരു പരിധിവരെ ഈ പ്രത്യേക കമ്മിറ്റി വെച്ചപ്പോൾ അവർ പറഞ്ഞത് 20% വരെ സബ്സിഡി നൽകിയാൽ മതി എന്നാണ്. പക്ഷേ ഭക്ഷ്യവകുപ്പ് തന്നെ അതിൽ പ്രത്യേകിച്ചൊരു തീരുമാനമെടുക്കുകയും അത് 35% എന്നതിലേക്ക് ഉയർത്തുകയും ചെയ്തു. പക്ഷേ 70% വരെ ഉണ്ടായിരുന്നതാണ് 35%ത്തിലേക്ക് താഴ്ന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഇന്ന് സഭയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. രേണുക, ശരി. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. സഭയിൽ ഇപ്പോൾ ചോദ്യോത്തരവേള പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സഭയെ പ്രക്ഷുബ്ധമാക്കാൻ ഉദ്ദേശിച്ച് പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരുന്ന വിഷയങ്ങളുടെ വിശദാംശങ്ങളാണ് വി വിനോദ് നൽകിയത്. വയനാട്ടിൽ ദൗത്യസംഘത്തെ വലയ്ക്കുകയാണ് ആന. കർഷകനെ കൊന്ന ആന വനത്തിനുള്ളിലേക്ക് കടന്നിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. അതിന്റെ വിശദാംശങ്ങളുമായി എസ് അനീഷ് കുമാർ ചേരും ഇടവേളയ്ക്ക് ശേഷം. വയനാട് പയമ്പിള്ളി പടമലയിൽ കർഷകനെ കൊലപ്പെടുത്തിയ കാട്ടാന വേലൂർ മഗ്ന വനത്തിനുള്ളിലേക്ക് കടന്നു. മാനുവയൽ ഭാഗത്ത് ആനയുള്ളതായാണ് ഏറ്റവും ഒടുവിൽ സിഗ്നൽ ലഭിച്ചത്. ഇന്നലെ രാത്രി ആന കാട്ടിക്കുളം പനവള്ളി റോഡ് മുറിച്ചു കടന്നിരുന്നു. ആനയെ പിടികൂടാനുള്ള ദൌത്യം 5ാം ദിനത്തിലും പുരോഗമിക്കുകയാണ്. വന്യമൃഗശല്യം തടയാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് പടമലയിൽ നാട്ടുകാർ പന്തം കൊളുത്തി പ്രകടനം നടത്തി. അധികാരികളെ കേട്ടോടോ, രാഷ്ട്രീയത്തിൻ പേര് പറഞ്ഞ് സമുദായത്തിൻ ചേരി തിരിച്ച് ഇനിയും ഞങ്ങളെ വഞ്ചിച്ചാൽ ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം. കുടിക്കുന്നവരെ ഒന്നേ ഒന്ന് പറഞ്ഞേ പോയി പുല്ലേ പുല്ലേ
MS അനീഷ് കുമാർ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, ഈ ദൗത്യം വൈകുന്നതിൽ ഇന്നലെ ഉണ്ടായ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കാട്ടുനീതി കാട്ടിൽ മതി എന്ന ബാനർ ഉയർത്തി പന്തം കൊളുത്തിയുള്ള നാട്ടുകാരുടെ പ്രതിഷേധം. പക്ഷേ ഇതാ ഇപ്പോൾ 5-ാം ദിവസവും ദൗത്യം അനിശ്ചിതത്വത്തിൽ എന്ന വിവരങ്ങളാണ് വരുന്നത്. ആന കാട്ടിലേക്ക് പോയിരിക്കുന്നു. സിഗ്നൽ ലഭിച്ചിരിക്കുന്ന ഇടം അവസാനം ഏതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ദൗത്യസംഘത്തിന്റെ എന്തെങ്കിലും പ്രതികരണങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? എന്താണ് അവരുടെ നീക്കം? രേണുക, ദൗത്യം കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ കാളവല്ലി ഭാഗത്ത് ഈ ആനയുടെ സിഗ്നൽ ലഭിച്ചിരുന്നു. ഇന്നലെ രാത്രി കാട്ടുകുളത്ത് റോഡ് മുറിച്ചു കിടന്ന് ആന മുന്നോട്ട് പോയി. അതിനുശേഷം സഞ്ചരിച്ചാണ് കാളവല്ലി ഭാഗത്തേക്ക് എത്തിയത്. ആ ഭാഗം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ദൗത്യസംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. എന്തായാലും അങ്ങേയറ്റം സങ്കീർണമായി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഈ ആളെ കൊന്ന കാട്ടാനയ്ക്കൊപ്പം മറ്റൊരു മോഴയാന കൂടി കൂട്ടുചേർന്നിട്ടുണ്ട്. ഇരുവരും ചേർന്ന് ഈ ദൗത്യസംഘത്തിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ നമ്മൾക്ക് അതിന്റെ ദൃശ്യങ്ങൾ തന്നെ വനംവകുപ്പ് പുറത്തുവിട്ടിരുന്നു. കാരണം മോഴ ആന ഈ ദൗത്യസംഘത്തിലെ ആളുകൾക്ക് നേരെ ചെയ്തെടുക്കുന്നു. അവർ പിന്നീട് വെടിവെച്ച് ആനയെ തുരത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു. അങ്ങനെ അങ്ങേയറ്റം സങ്കീർണമായ രീതിയിൽ തന്നെയാണ് ദൗത്യം മുന്നോട്ട് പോകുന്നത്. ഈ ട്രാക്കർമാർ ഈ ആനയുടെ ദിശ നിർണ്ണയിച്ചു കഴിഞ്ഞ ശേഷം സ്ഥലത്തേക്ക് എത്തുമ്പോൾ വളരെ പെട്ടെന്നാണ് അവിടെ നിന്നും ആന ഈ വലിയ കാട്ടിനുള്ളിലേക്ക് മറയുന്നത്. വലിയ കുറ്റിക്കാടുകളും കൊങ്ങിണിക്കാടുകളും ഒക്കെ ഉണ്ട്, അതിനുള്ളിലേക്ക് മറയുന്നു. അങ്ങനെ മറയുമ്പോൾ ഈ ഷൂട്ട് ചെയ്താൽ ദേഹത്തേക്ക് എത്തില്ല, അല്ലെങ്കിൽ ഏത് ഭാഗത്ത് ഈ ഷൂട്ട് ചെയ്യുന്ന മയക്കുവെടി എത്തുമെന്ന കാര്യത്തിൽ ഉറപ്പില്ലാത്ത സാഹചര്യം. അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ കാട് കേന്ദ്രീകരിച്ച് ഈ മരങ്ങൾ, വലിയ ഇടതൂർന്ന മരങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെയാണ് ഈ ആനയുടെ സഞ്ചാരം. ഒരു തുറസായ സ്ഥലത്ത് ആനയെ ലഭിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുമെന്നാണ് വനംവകുപ്പ് പറയുന്നത്. എന്തായാലും അതിനുള്ള ഒരു കാത്തിരിപ്പും അതിനുവേണ്ടിയുള്ള ശ്രമവുമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അനീഷ്, ഈ സിഗ്നൽ ലഭിക്കാൻ വൈകുന്നു, 2 മണിക്കൂറിന്റെ ഇടവേളകൾ ഉണ്ട്, അതൊരു ബുദ്ധിമുട്ടായി പറയുന്നുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ ഏകോപനം എങ്ങനെയാണ് നടക്കുന്നത്? ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് തന്നെ വലിയ പ്രതിഷേധം ഉയരുന്നു. 5-ാം ദിവസവും ദൗത്യം എങ്ങും എത്താത്തൊരു സാഹചര്യം. അപ്പോൾ കർണാടകയുമായുള്ള കോർഡിനേഷൻ, അവരുടെ സഹായം തേടൽ, അങ്ങനെയൊക്കെയുള്ള നടപടികൾ കൂടി ഉണ്ടാകുന്നുണ്ടോ? രേണുക, ഈ തികച്ചും സാങ്കേതികമായ കാര്യങ്ങളാണ് സിഗ്നൽ ലഭിക്കുന്നതിലെ കാലതാമസത്തിന് കാരണമായി മാറുന്നത്. പ്രത്യേകിച്ചും ഈ ഉപഗ്രഹ സഹായത്തോടുകൂടിയാണ് ഈ റേഡിയോ കോളർ പ്രവർത്തിക്കുന്നത്. അതിൽ 3 തരം ഉപഗ്രഹങ്ങളുള്ള സിഗ്നലാണ് ഈ റേഡിയോ കോളർ വഴി ലഭിക്കേണ്ടതെന്നാണ് ഈ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. ആ ഉപഗ്രഹം ഈ കൃത്യമായ ആന നിൽക്കുന്ന ദിശയിൽ എത്തുമ്പോൾ ആവും ഒരുപക്ഷെ അത്തരത്തിൽ കൃത്യമായ സിഗ്നൽ ലഭിക്കുക. ഒപ്പം ഈ റേഡിയോ കോളറിലുള്ള ബാറ്ററി സംവിധാനം ദീർഘനാളത്തേക്ക് നീണ്ടു നിൽക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ഇടവേളയുണ്ട് ഈ സിഗ്നൽ ലഭിക്കുന്നതിനായി. കാരണം പൂർണ്ണ സമയം ഈ റേഡിയോ കോളർ ആക്റ്റീവായി നിന്നാൽ അത് അതിന്റെ ആയുസ് കുറയ്ക്കും, അല്ലെങ്കിൽ ബാറ്ററി ലൈഫ് കുറയ്ക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ട്. അതുകൊണ്ട് അത്തരം ഇടവേളകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഇടവേളകളിലാവും ഈ സിഗ്നൽ ലഭിക്കുക. ആ സിഗ്നൽ ലഭിക്കുന്ന മുറയ്ക്ക് ഈ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തും. ഒപ്പം കുങ്കിയാനകളെയും ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. കുങ്കിയാനയ്ക്കും ഈ ആനയുടെ ദിശ കണ്ടെത്താൻ ഒരു കഴിവുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ തിരിച്ച് ഈ കുങ്കിയാനകളുടെ സാന്നിധ്യം തന്നെയാണ് മറുവശത്ത് ഈ കൊലയാളിയായ ആനയ്ക്ക് രക്ഷപ്പെടാൻ സഹായകരമാകുന്നു. കാരണം ഈ കാട്ടിനുള്ളിൽ കുങ്കിയാനകളുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ശരവേഗത്തിൽ ഈ ആന കുതിച്ചു പായുന്നുണ്ട്. ഒപ്പം ഈ ആളുകളുടെ സാന്നിധ്യം കാട്ടിനുള്ളിൽ കൃത്യമായി ഈ ആനയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്നുമുണ്ട്. കാരണം നേരത്തെ ഇത്തരത്തിൽ ഒരു മയക്കുവെടി വെച്ച് ദൗത്യത്തിലൂടെയാണ് ആനയെ പിടികൂടിയത്. ആ ദൗത്യത്തിന്റെ കൃത്യമായ ഓർമ്മകൾ ആനയ്ക്ക് മുന്നിലുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായി കണ്ടെത്താൻ ആനയ്ക്ക് കഴിയുന്നുമുണ്ട്. അതും തിരിച്ചടിയാണ്. എന്തായാലും ഈ മേഖലയിൽ തന്നെ ഒരു 4-5 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആന കറങ്ങുന്നത്. ഉൾക്കാട്ടിലേക്ക് ഇനിയും പോയിട്ടില്ല. ആ ഉൾക്കാട്ടിലേക്ക് പോകാതെ നിൽക്കുന്നതാണ് ഏക പ്രതീക്ഷ. കാരണം കാട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഉൾക്കാട്ടിനുള്ളിലേക്ക് കർണാടകയുടെ മേഖലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നീട് വെടിവെക്കുക എന്നത് ബുദ്ധിമുട്ടായി മാറും. കാരണം കർണാടക നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ ഉൾവനത്തിലേക്ക്, തങ്ങളുടെ അധീനതയിലുള്ള ഉൾക്കാട്ടിലേക്ക് ആന വന്നാൽ പിന്നീട് അതിനെ വെടിവെച്ച് പിടിക്കേണ്ട ആവശ്യമില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാട്ടിലേക്ക് പോകാതിരിക്കുന്ന സമയം വരെയാണ് ഇനി ദൗത്യസംഘത്തിന്റെ കൈവശമുള്ള സമയം. ഉൾക്കാട്ടിലേക്ക് മറിഞ്ഞാൽ മറ്റൊരു സംസ്ഥാനത്തിന്റെ കാട്ടിൽ കയറി നമ്മുടെ ദൗത്യസംഘത്തിനുള്ള ഇടപെടലുകൾക്ക് പരിമിതിയുണ്ട്. എന്തായാലും ഇന്നും ദൗത്യം അതേ രീതിയിൽ തുടരുകയാണ്. 200ഓളം ഉദ്യോഗസ്ഥരും 4 കുങ്കിയാനകളും ഷൂട്ടർമാരടക്കമുള്ള ആളുകൾ ഇപ്പോൾ കാട്ടിൽ തന്നെയാണ് ഉള്ളത്. രേണുക, ശരി. എന്തായാലും
ആളുകൾ വലിയ പ്രതിഷേധത്തിലാണ്. ദൗത്യം ഇങ്ങനെ നീണ്ടുപോകുന്നതിലുള്ള പ്രതിഷേധമാണ് അവർ അറിയിക്കുന്നത്. കാട്ടുനീതി കാട്ടിൽ മതി എന്ന ബാനറൊക്കെ ഉയർത്തിയാണ് അവരുടെ പ്രതിഷേധം ഇന്നലെ നടന്നത്. ഒരു കർഷകന്റെ കൊലപാതകത്തിൽ കലാശിച്ച സംഭവമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ രോഷം മനസ്സിലാകും. കൊല്ലപ്പെട്ട അജീഷിന്റെ മകൾ അല്പസമയം മുമ്പ് ഞങ്ങളുടെ പ്രതിനിധി MS അനീഷ് കുമാറിനോട് സംസാരിച്ചിരുന്നു. അതിലേക്ക്. കാട്ടാനയുടെ ആക്രമണത്തിൽ അജീഷ് കൊല്ലപ്പെട്ടിട്ട് ഇന്ന് ഒരാഴ്ചയിലേക്ക് എത്താൻ ഇനി ഒരു ദിനം കൂടി മാത്രമാണ് ബാക്കി. ഇപ്പോഴും കൊലയാളിയായ ആനയ്ക്കായുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുന്നു. ആനയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുമില്ല. നമുക്കൊപ്പം അജീഷിന്റെ മകൾ അൽനയാണുള്ളത്. ഇത്രയും ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഈ ദൗത്യം നീണ്ടു പോകുന്നു. നിങ്ങൾക്കൊക്കെ അതിലൊരു ആശങ്കയുണ്ടോ? ആന വീണ്ടും ഒരു നാശം വിതയ്ക്കുമെന്നൊരു ഭയമുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. ഈ ആനേന്റെ മനസ്സിൽ ചിലപ്പോൾ നമ്മുടെ ഈ റോഡ് തന്നെയൊക്കെ ഉണ്ടാവും. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് തന്നെ വരാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെന്ന് വെച്ചാൽ ആനകളിൽ ഈ വയനാട്ടിലുണ്ടെങ്കിലും മുഖ്യ ആനകളും പാവ, ചില ആനകൾ മാത്രമേ ഇടയാറുള്ളൂ. പക്ഷെ ഈ ആന അങ്ങനെയല്ല. ഈ നമ്മുടെ വയനാട്ടുകാരനുമല്ല, ഇത് കർണാടകക്കാരാനയല്ലേ. അതുകൊണ്ട് എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേടിയുണ്ട്, ഇങ്ങോട്ട് ഇനി ഒന്നും കൂടി ആന വരുമോന്ന്. ഇന്നലെയാണ് കടുവ എത്തിയല്ലോ. നിങ്ങൾ പള്ളി പോകുന്ന വഴിക്കാണ് കടുവ എത്തിയത്? ഞങ്ങൾ പള്ളി പോകുന്ന വഴിക്ക് കടുവ വന്നു. അന്നേരം ഞങ്ങളെ കണ്ടു ചേച്ചി കിടന്ന് കാറി. ഞങ്ങൾ പേടിച്ച്, ആനയാന്ന് പേടിച്ച് ഞങ്ങൾ താഴെ ഒരു വീടുണ്ടായിരുന്നു, അങ്ങോട്ട് ഓടുക ചെയ്തത്. ആ ചേച്ചി തലനാരിഴക്കാണ് അല്ലെ വീഡിയോ ഒക്കെ തന്നെ? ആ ചേച്ചി ഞങ്ങൾ ഇപ്പുറ സൈഡ്, ആ ചേച്ചി അപ്പുറ സൈഡായിരുന്നു ഉണ്ടായിരുന്നത്. ചേച്ചീനെ കണ്ടിട്ട് മറ്റേ ചേച്ചി കിടന്ന് കാറിയപ്പോൾ ഞങ്ങൾ അതിന് ഞങ്ങളുടെ മനസ്സിൽ ആനയാന്ന്, ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ ആനയാന്ന് വിചാരിച്ച് ഞങ്ങൾ ഓടുക ചെയ്തത്. എന്താണ് ഈ അധികാരികളോടൊക്കെ മോൾക്ക് പറയാനുള്ളത്? ഒരു വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക്. ഇത് വീണ്ടും ആവർത്തിക്കുകയാണ്. വയനാട്ടിൽ തന്നെ ഇങ്ങനെ ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. ഫോറസ്റ്റിൽ അതുങ്ങൾക്ക് ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് അതുങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതുങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത്, അതുങ്ങൾക്കുള്ള വെള്ളമൊക്കെ കൊടുത്ത് അതുങ്ങളെ പരിപാലിക്കുവാണെങ്കിൽ അത് അവിടെ തന്നെ നിന്നോളൂ. നാട്ടിലേക്ക് ഇറങ്ങാതെ അതുങ്ങൾ സൂക്ഷിച്ചോളൂ. അവർക്കുള്ള ഭക്ഷണം കാട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് കാട്ടിൽ ഈ ഭക്ഷണത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കുക. ഈ വയനാട് എന്ന് വെച്ചാൽ മുക്കാലോളം ഇല്ലി പാനങ്ങളാ, ഇല്ലിങ് കൊണ്ട് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് കർണാടക, തമിഴ്നാട് അവിടെയൊന്നും ഇല്ലിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവരിങ്ങോട്ട് വരുന്നത്, ഇല്ലിയൊക്കെ കഴിക്കുക. അവിടെ ഫുഡ് മൊത്തം ഇല്ലിയല്ലേ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരല് കൂടുതൽ. എന്റെ മനസ്സ് പറയുന്നത്. നിങ്ങൾക്കും വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ടല്ലോ ഈ കിളിയുടെയും കുരങ്ങന്റെയും ആനയുടെ ഒക്കെ? ഉറപ്പായിട്ടും. ഡാഡി കൃഷി നശിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ കൊല്ലം വിതച്ചാറ് നേരെ ഞങ്ങൾ വിതച്ചിട്ട് അത് പോയി, കിളി വറുക്കി കൊണ്ടുപോയിട്ട് ഞങ്ങൾ 2 വട്ടം വിതച്ചതിന് ശേഷം ഞങ്ങൾക്ക് നെല്ല് ആയത്. ഓൾമോസ്റ്റ് കുറെ പോയായിരുന്നു. പിന്നെന്ന് വെച്ചാൽ ഇവിടെ തെങ്ങുണ്ട്, തെങ്ങിലും മൊത്തം ഉള്ള തേങ്ങയൊക്കെ കുരങ്ങൻ വന്നിട്ട് എടുക്കും. പിന്നെ കപ്ലങ്ങ, കപ്പയൊക്കെ മാന്തും ഒക്കെ ചെയ്യും. ഇങ്ങനൊക്കെ വരുമ്പോൾ നേരത്തെ കടുവയുടെ ശല്യം വന്നിട്ടുണ്ടല്ലോ, അന്നും വളരെ സജീവമായിട്ട് ഡാഡി ഇവർക്കുള്ള സഹായമൊക്കെ ചെയ്തു കൊടുത്താണ്. നമ്മുടെ വണ്ടിയും കൊണ്ട് തന്നെ ഇവിടെ എല്ലാ കൂടൊക്കെ വെച്ചത് ഡാഡി ആയിരുന്നു. ഇവിടെ എല്ലാത്തിനും നേതൃത്വം എന്നുവെച്ചാൽ കടുവേന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരോടും ഡാഡി ആയിരുന്നു എല്ലാ മെസ്സേജൊക്കെ ഇട്ടത്. ഇവിടെ കടുവയുണ്ട് അങ്ങനെയാ, അതുകൊണ്ട് ആരും പുറത്തിറങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് ഡാഡി എല്ലാ സംവിധാനമൊക്കെ ചെയ്തു കൊടുത്തത്. ഫോറസ്റ്റ് ഫുഡും വെള്ളമൊക്കെ ഡാഡി ഏർപ്പാട് ചെയ്തെന്നു അല്ലേ? ഇവിടെ എല്ലാ കാര്യത്തിനും മുന്നിൽ നിൽക്കുമായിരുന്നല്ലേ? അങ്ങനെ അതാണ്, ആളുകളൊക്കെ വലിയ സ്നേഹമാണ് ഇപ്പോഴും. അന്ന് സംസ്കാരത്തിനൊക്കെ ഒരുപാട് പേര് വന്നു. ഇവിടുത്തെ ഒരു നേതാവായിരുന്നു, ചുരുക്കം പറഞ്ഞാൽ രാഷ്ട്രീയത്തിന്റെ നേതാവല്ല, മൊത്തത്തിൽ ആളുകളെ. ഡാഡി പടമലേന്റെ ഒരു തൂണാന്ന് എല്ലാരും പറയാറ്. ഡാഡി ഇല്ലെങ്കിൽ പടമല ഇല്ലാതെ ആയ കണക്കാന്ന് എല്ലാരും. എന്ന് വെച്ചാൽ പടമലയിൽ എല്ലാ പണിക്കും, ലോഡ് പണിക്ക് പോലും ഡാഡി അങ്ങനെ എല്ലാവരുടെ അടുത്ത് പോയി നടക്കും. ഇപ്പോൾ ഒരു കല്യാണം ഉണ്ടെങ്കിൽ കല്യാണം വീട്ടിൽ പോയി ഫുഡിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യും. എല്ലാം ചെയ്തിട്ട് ഡാഡി വീട്ടിൽ വരാറുണ്ടായിരുന്നുള്ളൂ. പണിക്ക് എല്ലാ ജോലിക്കും പോകുമായിരുന്നല്ലേ? ഡാഡി കാട് വെട്ടുണ്ടായിരുന്നു, പിന്നെ വണ്ടി ഓടിക്കുമായിരുന്നു, പിന്നെ ഇവിടെ എന്തെങ്കിലും ആർക്കെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ അതും ചെയ്യാറുണ്ട്. ഈ പള്ളിയിലെ കൈക്കാരനും ആയിരുന്നല്ലേ? പള്ളിയുടെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് വലിയ സഹായം ഉണ്ടായിരുന്നു. ഡാഡിന്റെ നേതൃത്വത്തിൽ വെച്ച് ഇപ്പൊ പള്ളിയിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന അതൊക്കെ റെഡിയായി വന്നത്. എന്തായാലും അന്ന് നിങ്ങളൊക്കെ എണീറ്റിരുന്നു ഈ ആനയുടെ ആക്രമണം വന്ന ദിവസം? എന്നെ അവനെ എഴുന്നേറ്റ് പള്ളി വിട്ടിച്ചതാ. ഞങ്ങളെല്ലാ ദിവസം പള്ളി വിടും. ഞങ്ങളെല്ലാ ദിവസം പള്ളി വിടുന്നത് കൊണ്ട് ഡാഡി എല്ലാ ദിവസവും എഴുന്നേറ്റ് ഞങ്ങൾക്ക് എഴുന്നേപ്പിച്ച് ഞങ്ങൾ പള്ളി വിട്ടു. പള്ളി കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ ഫോറസ്റ്റ് വണ്ടി ആളെ കൊണ്ടുപോകുന്ന കണ്ടു. ആരാ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു.
ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങളുടെ അടുത്തുനിന്ന് ചേച്ചിനോട് പറഞ്ഞു, ചേച്ചി ആ വണ്ടി പോകുന്ന ചേട്ടൻ്റെ മേത്ത് മൊത്തം ചോരയാന്ന് പറഞ്ഞു. ഡാഡിയെന്നുള്ള കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു. പിന്നെ ഇവൻ അതിന് ആനയാന്ന് അറിഞ്ഞ പാട് ഇവൻ ഓടി വീട്ടിലേക്ക്. ഞാനും എൻ്റെ താഴെയുള്ള ചേച്ചിയും കൂടി വന്നപ്പോൾ ഞങ്ങളോട് ആ ചേച്ചിനൊരു ചേട്ടൻ പറഞ്ഞു, പഞ്ചിലച്ചിന് ആന തട്ടി, സീരിയസ് ആന്ന് പറഞ്ഞു. അത് കേട്ട് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ ഡാഡി എന്തെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ആന വന്നു, ആനേൻ്റെ പുറകെ പോയതാന്ന് പറഞ്ഞു. ഞാൻ അമ്മേനോട് പറഞ്ഞപ്പോൾ അമ്മ ഇവിടെ ഇറങ്ങി ചോദിച്ചപ്പോൾ ചെറിയ ചെറിയ മുറിവേ ഉള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ അങ്ങനെ ആശ്വസിച്ചിരുന്നപ്പോൾ പിന്നെ സിസ്റ്റേഴ്സ് വന്നപ്പോൾ സിസ്റ്റേഴ്സാണ് പറഞ്ഞു ഞങ്ങളോട് പോയി എന്നുള്ള കാര്യം. മാനന്തവാടിയിൽ വലിയ പ്രതിഷേധമൊക്കെ ആയിരുന്നല്ലോ, ആളുകളെല്ലാം വേണം. അതെന്ന് വെച്ചാൽ 3 മണിക്കൂറോളം അവിടെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ 7:30 ആയപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവിടുന്ന് എത്ര മണിക്ക് ഞങ്ങൾ അതൊന്നും അറിയുന്നില്ല. അവിടെ നടന്ന കാര്യം പോലും ഞങ്ങൾക്ക് അറിയില്ല. ഇവിടുന്ന് ഡാഡീനെ എടുക്കാന്ന് പറഞ്ഞിട്ട് ചാച്ചന്മാരെല്ലാവരും പോയി. പിന്നെ ഞങ്ങൾക്ക് അതൊന്നും അറിയില്ല. ഞങ്ങളിവിടെ ഇരുത്തിയിട്ടാണ് പോയി. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊന്ന് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് പോലും ഞങ്ങളെ കൊണ്ടുപോയില്ലായിരുന്നു. ഇപ്പോൾ ഈ ശല്യം പരിഹരിച്ചില്ലെങ്കിൽ ആളുകൾ വലിയ തോതിൽ പ്രതിഷേധിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ പലയിടത്തും പല ദിവസങ്ങളിലും പ്രതിഷേധം നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്. എനിക്ക് ശരിക്കും അറിയാം. എൻ്റെ അപ്പം എനിക്കത് കേട്ടപ്പോൾ മുതൽ എനിക്ക് പിന്നെ എനിക്കെന്തോ പോലെ ആയിപ്പോയി. ഞാൻ പിന്നെ എനിക്ക് എന്തോ പോലെ ആയിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഞാൻ അവരെടുത്താട്ട് അനങ്ങാതിരിക്കും. പിന്നെ എല്ലാവരും വിളിച്ചിട്ട് എനിക്കൊരു ഒന്നും ആവുന്നില്ല. എൻ്റെ മനസ്സേ അങ്ങ് പോയായിരുന്നു. ഈ പ്രതിപക്ഷ നേതാവൊക്കെ വന്നപ്പോൾ മൊത്തം സങ്കടവും പുറത്തു വന്നായിരിക്കും അല്ലേ? ആളുകളൊക്കെ വലിയ തോതിൽ സങ്കടപ്പെടുന്നു, അതിൻ്റെ ഇടയിൽ സ്നേഹം പറയുന്നു. ഒരുപാട് ആൾക്കാർ അത് കഴിഞ്ഞ് വിളിക്കുന്നൊക്കെ ഉണ്ട്. കാര്യം തിരക്കി ആ സമയത്ത് മനസ്സിലുള്ളതൊക്കെ ഒന്ന് വന്നു കാണും പുറത്തേക്കല്ലേ? വന്നവരോടെല്ലാം എങ്ങനെ തന്നെയാണോ പറഞ്ഞത്? ഇനിയിപ്പം ഈ എങ്ങനെയാണ് ഈ ആളുകൾ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഈ മാനന്തവാടി കൊണ്ട് അവസാനിക്കില്ല അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നോടൊക്കെ. ഇവിടെ ഇനി എന്തെങ്കിലും വന്നാൽ ഇനി ഞങ്ങൾ അങ്ങോട്ടാ പോകുന്നതെന്ന് എല്ലാവരും പറയുന്നത്. എന്താണ് സർക്കാരിനോട് പറയാനുള്ളത്? അവരാരും ഇതുവരെ ഇവിടെ വന്നില്ലെന്നൊക്കെ നാട്ടുകാർക്ക് വലിയ പരാതിയുണ്ട്. ഈ കുറച്ച് ആളുകൾ വരുന്നു. എനിക്കതൊന്നും കാര്യമില്ല. എനിക്ക് പോയത് പോയി, ഇനി എനിക്കത് കിട്ടൂലല്ലോ ആര് വന്നാലും. നഷ്ടപരിഹാരത്തിലും കാര്യമൊന്നുമില്ലല്ലേ? ആളുകൾ ഇനി പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അലിന് പറയുന്നത് ഈ പരിഹാരമുടൻ കാണണം ഈ കാട്ടാന ശല്യത്തിന്. ഒപ്പം വനം വിട്ട് ഈ വന്യജീവികൾ പുറത്തേക്ക് വരുന്ന സാഹചര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുന്നതിനുള്ളൊരു നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്ന് പറയുന്നു. ഈ ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്തില്ലെങ്കിൽ ആളുകൾ തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനത്തേക്ക് പോലും സമരവുമായി എത്തുമെന്ന മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ദൗത്യസംഘം ആനയെ പിടികൂടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അച്ഛനെ കൊന്ന ആന അത് ഇനിയും വരുമോ എന്ന ഭയം ആ കുഞ്ഞിൻ്റെ ഉള്ളിലുമുണ്ട്. അത് ആ കുട്ടിയുടെ മാത്രമല്ല, അവിടെയുള്ള ആളുകളുടെ എല്ലാം ഭയമാണ്. പടമല ഭാഗത്ത് ഇന്നലെ കടുവയും ഇറങ്ങിയിരുന്നു. അപ്പോൾ നിരന്തരമായ വന്യജീവികളുടെ ആക്രമണത്തിൽ വലഞ്ഞിരിക്കുകയാണ് ആ നാടും നാട്ടുകാരും. അതൊരു വലിയ വിഷയമായി തന്നെ ഉയരുന്നു. MS അനീഷ് കുമാർ വീണ്ടും വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, ഈ ദൗത്യം വിജയിച്ചില്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉടലെടുക്കും, വലിയ പ്രതിഷേധത്തിന് അത് വഴിവെക്കും. ഇന്നലെ പന്തംകൊളുത്തി പ്രകടനം, ഇന്ന് ആ മകൾ പറയുന്നു തിരുവനന്തപുരത്തേക്ക് സമരത്തിന് പോകുന്ന കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ആളുകൾ അങ്ങേയറ്റം ക്ഷമ നശിച്ചിരിക്കുന്നു, അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുന്നു. വന്യമൃഗങ്ങളുടെ നിരന്തരമായ ശല്യം. അപ്പോൾ ഈ ദൗത്യം ഇപ്പോൾ 5ാം ദിവസവും നീളുന്ന കാര്യങ്ങളാണ് വരുന്നത്. ഒരുപക്ഷെ ഉൾവനത്തിലോട്ടൊക്കെ പോയാൽ വെടിവെക്കാൻ പോലും കഴിയാത്ത സാഹചര്യം. ആനയെ അങ്ങനെയൊക്കെ വന്നാൽ എന്താകും അവസ്ഥ? ജനങ്ങളെ അനുനയിപ്പിക്കാൻ, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങളുണ്ടോ? അധികൃതർ ഇടപെടുന്നുണ്ടോ? അവരുമായി എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ? രേണുക, അങ്ങേയറ്റം സങ്കീർണമായ സാഹചര്യങ്ങളിലേക്ക് തന്നെയാണ് വയനാട്ടിലെ കാര്യം നീങ്ങുന്നത്. കാരണം ഒരു വശത്ത് ആന
കൊലയാളിയായ ആന ഒരാളെയും കൊന്ന ശേഷം കാട്ടിലേക്ക് പോയിട്ട് ഒരാഴ്ചയോടെത്തുമ്പോഴും ആനയെ പിടിക്കാൻ കഴിയാത്ത ഔദ്യോഗിക സംവിധാനങ്ങൾ, മറുവശത്ത് ആളുകളുടെ ജീവന ഭീഷണിയായി വീണ്ടും കടുവ പോലുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങുന്നു. ഈ കാട്ടിലേക്ക് പോയ കൊലയാളി ആന ഇനി നാട്ടിലേക്ക് തിരിച്ചു വരില്ല എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ഒപ്പം ഈ കടുവ, ഇന്നലെ ഇവിടെ എത്തിയ കടുവ ഏത് ദിശയിലേക്ക് പോയി, അല്ലെങ്കിൽ കാട്ടിലേക്ക് മറിഞ്ഞോ അതോ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ പതുങ്ങിക്കിടക്കുകയാണോ എന്ന ഒരു അനിശ്ചിതാവസ്ഥ മറുവശത്ത് നിൽക്കുന്നു. അങ്ങനെ ഒരു സമയത്തും രാവിലെയും വൈകുന്നേരവും ഒക്കെ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഈ ജനവാസ കേന്ദ്രങ്ങളൊക്കെ വിജനമായി കിടക്കുന്ന ഒരു സാഹചര്യം. ഈ ടൂറിസം മേഖല പാടെ സ്തംഭിച്ചു കിടക്കുകയാണ്. കുറുവാ ദ്വീപിലേക്കൊക്കെ പ്രവേശനം നിരോധിച്ചിട്ട് ദിവസങ്ങൾ കഴിയുന്നു. ആളുകളുടെ ജീവനോപാധികൾ ഒന്നും മുന്നോട്ട് പോകാത്ത സാഹചര്യമുണ്ട്. ഈ കന്നുകാലികളെ മേയിച്ച് ജീവിക്കുന്നവർക്ക് പുല്ല് ശേഖരിക്കാൻ കഴിയാത്ത അവസ്ഥ, വിറക് വെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ, ഈ കൃഷിയിടങ്ങളിൽ കാപ്പിക്കുരുവും മുളകുമൊന്നും പറിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. അങ്ങനെ അവരുടെ ജീവിത മാർഗത്തെ തന്നെ കാര്യമായി ഈ ശല്യം ബാധിക്കുന്നു. സ്വസ്ഥമായി പറമ്പിലേക്ക് ഒരു സമയത്തും ഇറങ്ങാൻ കഴിയാത്ത, ഏത് വശത്തു നിന്ന് ആന വരിക അല്ലെങ്കിൽ ഏത് വശത്തു നിന്നാണ് കടുവ വരിക എന്ന് ചിന്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രതിഷേധമാണ് ഇന്നലെ പന്തം കൊളുത്തിയൊക്കെ നമ്മൾ പടമലയിൽ കണ്ടത്. ഒരുപക്ഷെ അതൊക്കെ ഒരു തുടക്കം മാത്രമെന്നാണ് അവർ പറയുന്നത്. ഈ മാനന്തവാടിയിൽ നേരത്തെ കണ്ട പോലെ മണിക്കൂറുകളോളം സ്തംഭിപ്പിച്ച് ഔദ്യോഗിക സംവിധാനങ്ങൾ സ്തംഭിപ്പിച്ചുള്ള സമരങ്ങൾക്കും നാട്ടുകാർ ആലോചിക്കുന്നുണ്ട്. എന്തായാലും നാളെയാണ് ഈ അജീഷ് മരിച്ചിട്ട് ഒരാഴ്ച പിന്നിടുന്നത്. മതപരമായ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ കൂടുതൽ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. മാനന്തവാടിയിൽ നിന്നും തിരുവനന്തപുരത്തെ സെക്രട്ടറിയേക്ക് ഈ ഡൽഹി വളഞ്ഞ് ഡൽഹിയിലേക്ക് കർഷകർ മാർച്ച് നടത്തുന്ന പോലെ തിരുവനന്തപുരത്തേക്കും ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ച് നടത്തുമെന്ന മുന്നറിയിപ്പാണ് കർഷക സംഘടനകൾ ഒന്നടങ്കം നൽകുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് താൽക്കാലികമായി ആനയെ പിടിക്കുക, ഒപ്പം ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ആളുകളുടെ ജീവിത സുരക്ഷ ഉറപ്പുവരുന്നതിനുള്ള നടപടികൾ സമയബന്ധിതമായി കൈക്കൊള്ളുക എന്നീ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിന് തന്നെയാവും ഈ വയനാട്ടിലെ കർഷകർ നേതൃത്വം നൽകുക. രേണുക. ശരി, MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും വയനാട്ടിലെ സാഹചര്യം സർക്കാരും അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. ആക്രമണം തുടർച്ചയായി ഉണ്ടാവുന്നതിൽ നടപടികളിലേക്ക് സർക്കാർ നീങ്ങുന്നു. ഇന്ന് രാവിലെ വയനാട്ടിലെ ജനപ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നുണ്ട്. യോഗത്തിൽ വനമന്ത്രി AK ശശീന്ദ്രനും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. പാരമ്പര്യ വൈദ്യൻ മൈസൂരു സ്വദേശി ഷാബാസ് ഷെരീഫ് വധക്കേസിന്റെ വിചാരണ ഇന്ന് തുടങ്ങും. മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലാണ് വിചാരണ ആരംഭിക്കുക. മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണയിലേക്ക് കടക്കുന്ന കേരളത്തിലെ അപൂർവം കൊലക്കേസുകളിൽ ഒന്നാണ് ഷാബാസ് ഷെരീഫ് കേസ്. CB അനുമോദ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, ഈ വിചാരണ നടപടികളിലേക്ക് കടക്കുമ്പോൾ ഇതിനെ വ്യത്യസ്തമാക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൃതദേഹാവശിഷ്ടങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന്റെ നീതിന്യായ ചരിത്രത്തിൽ അത് ഒരു പ്രത്യേകത നിറഞ്ഞ സംഭവമായി മാറുമോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, മുൻപ് രാജൻ കേസ് മാത്രമാണ് ഇതിന് സമാനമായിട്ടുള്ള ഒരു കേസായിട്ട് തന്റെ ഓർമ്മയിലുള്ളത് എന്നാണ് ഈ കേസിലെ പ്രോസിക്യൂട്ടറായ EM കൃഷ്ണൻ നമ്പൂതിരി ഇന്നലെ നമ്മളോട് പറഞ്ഞത്. അത്രമാത്രം വേറിട്ട ഒരു കേസായിട്ട് തന്നെ ഇതിനെ കാണണം. മൃതദേഹത്തിന്റെ ഒരവശിഷ്ടവും ലഭിക്കാതെ, പോസ്റ്റ്മോർട്ടമോ അത്തരത്തിലുള്ള പരിശോധനകളോ ഒന്നും സാധിക്കാതെ, തികച്ചും ശാസ്ത്രീയ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കേസ് ഇപ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തായിട്ട് ഇനി കോടതിയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതായത് ഇതിൽ ഈ മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച ഒരു തെളിവുകളും ഇല്ല. ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഒരു DNA റിപ്പോർട്ടാണ്. അതൊരു തലമുടിയിൽ നിന്ന് കണ്ടെത്തിയ, ഈ ഷാബാസ് ഷെരീഫിൻ്റെ കരുതുന്ന തലമുടിയിൽ നിന്ന് കണ്ടെത്തിയ ഒരു DNA ആണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രീയ തെളിവായിട്ട് ഉള്ളത്. മറ്റൊന്നും തന്നെ സാഹചര്യ തെളിവുകളാണ് ബാക്കിയെല്ലാം ഉള്ളത്. ഇത് 2019 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. മൂലക്കുരുവിൻ്റെ ഒറ്റമൂലി രഹസ്യം തേടി വ്യവസായിയായ ഷൈബിൻ അഷ്റഫ് ഷാബാസ് ഷെരീഫിനെ മൈസൂരിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന് ഒരു വർഷത്തിലധികം കാലം തൻ്റെ വീട്ടിൽ തടങ്കൽ പാർപ്പിച്ച് പീഡിപ്പിച്ച് കൊല്ലുകയായിരുന്നു. 2020 കൊലപാതകം നടക്കുന്നത്. അതിനുശേഷം ഈ മൃതദേഹം കഷ്ണങ്ങളായി തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള കഷ്ണങ്ങളായി വെട്ടിനുറുക്കി ചാലിയാർ പുഴയിൽ എറിയുകയായിരുന്നു ഉണ്ടായത്. 2022 ഈ സംഭവം പുറത്തറിയുന്നത്. അതായത് ഈ കൃത്യം നടന്ന് ഈ ഒരു മൃതദേഹം ഇല്ലാതെ നശിപ്പിച്ച് 2 വർഷത്തിന് ശേഷമാണ് ഈ സംഭവം അറിയുന്നത്. പിന്നീട് പോലീസ് നടത്തിയ പരിശോധനകളൊന്നും തന്നെ മൃതദേഹത്തിൻ്റെ യാതൊരു അവശിഷ്ടവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആകെ കിട്ടിയത് ഈ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ തള്ളാൻ ഉപയോഗിച്ച വാഹനത്തിൽ നിന്നും ഒരു തലമുടി ലഭിക്കുകയും ആ തലമുടി DNA ഷാബാസ് ഷെരീഫിൻ്റെ ആണെന്ന്
പരിശോധനയിൽ ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു. അതാണ് ഏക തെളിവ്. അതിന് പുറമേയുള്ള ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളുമാണ് കേസ് നിർണായകമായിട്ടുള്ളത്. എന്തുതന്നെയാണെങ്കിലും കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായിട്ട് തന്നെയാണ് ഇത് കാണാൻ. നേരത്തെ രേണു സൂചിപ്പിച്ചതുപോലെ തന്നെ മൃതദേഹം ലഭിക്കാത്തത് കൊണ്ട് തന്നെ വളരെ അപൂർവത ഈ കേസിനുണ്ട്. ഇത് ഒരു ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രം അതിൻ്റെ കണ്ടെത്തലിലൂടെ ഉണ്ടായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോവുക. തീർച്ചയായും മൃതശരീരം ലഭിച്ചില്ലെങ്കിൽ പോലും ആൾ മരിച്ചെന്ന് കണക്കാക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞാൽ അതൊരു കൊലപാതകമാണെന്ന് തെളിയിക്കാനാകുന്ന പ്രതീക്ഷയാണ് പ്രോസിക്യൂഷനുള്ളത്. ഇന്ന് കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയാണ് ഇന്നത്തെ തുടക്കത്തിൽ ഈ കേസിൽ ഉൾപ്പെട്ട ഇതിൽ 7ാം പ്രതിയായിട്ടുള്ള നൌഷാദ് എന്ന മോനു അയാളുടെ വെളിപ്പെടുത്തലാണ് ഈ ഒരു കേസിൻ്റെ ഈ ഷാബാസ് ഷെരീഫിനെ തിരോധാനവും കൊലപാതകമൊക്കെ ലോകത്തിന് മുൻപിൽ എത്തിച്ചത്. അയാളെ മാപ്പുസാക്ഷിയാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അയാൾ ഇന്ന് കോടതിക്ക് മുമ്പിൽ കുറ്റസമ്മതം നടത്തും. തുടർന്നാണ് വിചാരണ നടപടികൾ ആരംഭിക്കുക. ഈ ഒരു മെയ് മാസം 10-ാം തീയതിക്കുള്ളിൽ ഈ വിചാരണ പൂർത്തിയാക്കണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ നടപടികൾ ഉണ്ടായിരിക്കും. എന്നാണെങ്കിലും കേരളം കാത്തിരിക്കുന്ന സുപ്രധാനമായ ഒരു കേസിൻ്റെ വിചാരണ നടപടികൾക്ക് ഇന്ന് മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ തുടക്കമാവുകയാണ്. രേണുക. ശരി, CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കോടതികളിൽ നിന്ന് തന്നെ 2-3 വാർത്തകൾ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ക്യുസാറ്റ് ദുരന്തമാണ് അതിലൊന്ന്. ക്യുസാറ്റ് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിക്കുക. വിവിധ അന്വേഷണ റിപ്പോർട്ടുകൾ തമ്മിൽ പൊരുത്തക്കേടുകളുണ്ടെന്നും ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണമെന്നുമാണ് KSUവിന്റെ നിലപാട്. കേസിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമില്ല എന്നതാണ് സർക്കാർ നിലപാട്. ക്യുസാറ്റിലെ സംഗീത ദിശയുമായി ബന്ധപ്പെട്ട് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള സസ്പെൻഡ് ചെയ്യപ്പെട്ട മുൻ പ്രിൻസിപ്പാളിന്റെ കത്തിൽ രജിസ്ട്രാർ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് വ്യക്തമാക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പോലീസ് സുരക്ഷ തേടി കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നു. ഗവർണർ നാമനിർദ്ദേശം ചെയ്ത 13 പേരാണ് ഹർജിക്കാർ. സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ഭീഷണി നേരിടുന്നു എന്നതാണ് ഹർജിയിലെ പ്രധാന ആരോപണം. പോലീസ് സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഹർജിയിൽ സർക്കാർ ഇന്ന് കോടതിയിൽ വിശദീകരണം നൽകും. തനിക്കെതിരെ മതവിദ്വേഷ പ്രസംഗം നടത്തിയതിന്റെ പേരിലുള്ള FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജിയും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഇന്നുവരെ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടികളൊന്നും സ്വീകരിക്കരുതെന്ന ഇടക്കാല ഉത്തരവ് നിലവിലുണ്ട്. കളമശ്ശേരി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പരാമർശത്തെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. ജസ്റ്റിസ് ഡയസാണ് ഹർജി പരിഗണിക്കുക. തൃപ്പൂണിത്തുറ പടക്കശേഖരത്തിലുണ്ടായ സ്ഫോടനത്തിൽ 5 പേർ കൂടി കസ്റ്റഡിയിൽ. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളാണ് പിടിയിലായത്. കസ്റ്റഡിയിൽ എടുത്തത് അടിമാലിയിൽ നിന്നെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ നേരത്തെ 4 പേർ അറസ്റ്റിലായിരുന്നു. ഇവർ റിമാൻഡിലാണ്. വിവരങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, ഇപ്പോൾ നേരത്തെ അറസ്റ്റിലായ ആളുകൾ, ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത 4 പേർ, ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാവരും പിടിയിലായിട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ അർദ്ധരാത്രിയോടെ അടിമാലിയിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. അത് ഇവരെ ഭാരവാഹികൾക്കൊപ്പം, തെക്കുംപുറം ഭാഗത്തിൻ്റെ ഭാരവാഹികൾക്കൊപ്പം തന്നെ ഇവർക്ക് ഒളിവ് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത മറ്റ് 4 പേർ കൂടി കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന. ഇതുവരെയും ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനാണ് കേസ് അന്വേഷിക്കുന്നത്. ഇവർ പോലീസ് സ്റ്റേഷനിലുണ്ട്. അതിനുശേഷം ഇവരെ ഒന്ന് ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് ആരുടെയൊക്കെ രേഖപ്പെടുത്തുക എന്നറിയുക. ഏതായാലും തെക്കുംപുറം ഭാരവാഹികളായ 5 പേർ ഈ കേസിൽ നേരത്തെ തന്നെ പ്രതികളായിരുന്നു. ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തി എന്നതാണ്. കാരണം നമുക്കറിയാം, ഈ തെക്കുംപുറം ഭാഗത്തിൻ്റെ വെടിക്കെട്ട് നടന്നതിന് ശേഷം പിറ്റേന്നായിരുന്നു ഈ വെടിക്കെട്ടിന് ദുരന്തമുണ്ടാകുന്നു. അപ്പോൾ നേരത്തെ നടത്തിയ വെടിക്കെട്ടിന് അനുമതിയില്ലായിരുന്നുവെന്ന് ജില്ലാ കളക്ടർ അടക്കം വ്യക്തമാക്കിയൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ 5 പേരാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുള്ളത്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള മജിസ്ട്രേറ്റിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്ന് 11 മണിയോടുകൂടി സബ് കളക്ടർ അവിടെ സന്ദർശിക്കുകയും വിശദാംശങ്ങൾ തേടുകയും ചെയ്യും. ഉചിതമായ നഷ്ടപരിഹാരം നൽകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് വളരെ അടിയന്തരമായി ധനസഹായം ലഭ്യമാക്കണമെന്ന് നഗരസഭയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നാശനഷ്ടങ്ങൾ സംഭവിച്ച ഓരോ വീട്ടുടമസ്ഥരും കോടതിയെ സമീപിക്കാനാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. 292 വീടുകൾക്കാണ്
നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളത്. ഓരോ വീട്ടുകാരും പ്രത്യേകം കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 8 വീടുകൾ പൂർണ്ണമായിട്ട് തന്നെ തകർന്നിട്ടുണ്ട്. ഇവർ ഇപ്പോൾ സമീപത്തെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അവരെ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അവർക്ക് പോകുമ്പോഴുള്ളൊരു പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന ആവശ്യങ്ങളെല്ലാം തന്നെ ഉയർന്നിട്ടുണ്ട്. സ്ഥലത്ത് മെഡിക്കൽ ക്യാമ്പ് ഇപ്പോഴും തുടരുന്നുണ്ട്. ഒപ്പം ആശുപത്രിയിൽ കഴിയുന്ന ഒരാളുടെ നില വളരെ ഗുരുതരമായിട്ട് തന്നെ തുടരുകയാണ്. ഇയാൾ ഇപ്പോൾ നിലവിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. മറ്റുള്ളവർ സുഖം പ്രാപിച്ചു വരുന്നു എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ അറിയുന്നത്. അതിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മജിസ്ട്രേറ്റിൽ അന്വേഷണവും മറ്റ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണവും നടപടികളുമെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ശരി, ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. ഈ തൃപ്പൂണിത്തുറയിലെ സ്ഫോടനം, അതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായ കുടുംബങ്ങൾ അവർ കോടതിയെ നഷ്ടപരിഹാര ആവശ്യവുമായി സമീപിക്കാനിരിക്കുമ്പോൾ എറണാകുളത്ത് തന്നെ വരാപ്പുഴയിൽ പടക്ക സംഭരണ കേന്ദ്രത്തിൽ 1 വർഷം മുമ്പ് നടന്ന സ്ഫോടനത്തിന്റെ ആഘാതം, അതിൽ നാശനഷ്ടം നേരിട്ടവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും കൂടി പരിശോധിക്കാം. അപകടത്തിൽ ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഒട്ടനവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു. സർക്കാർ നാശനഷ്ടം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും നാളിതുവരെയായിട്ടും ഒരാൾക്കും ഒന്നും ലഭിച്ചിട്ടില്ല. കാത്തിരുന്ന് മടുത്ത ഇവർ ഇപ്പോൾ കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ്. വരാപ്പുഴയിലെ മുട്ടിനകം പ്രദേശം ഒട്ടനവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്നിടമാണ്. കാലങ്ങളായി ഇവിടെ നിലനിന്നിരുന്ന പടക്ക സംഭരണ കേന്ദ്രമാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പൊട്ടിത്തെറിച്ചത്. കിലോമീറ്ററുകൾ അതിൻ്റെ പ്രകമ്പനമുണ്ടായിരുന്നു. ഇത്രയ്ക്കധികം സ്ഫോടക വസ്തുക്കൾ ഇതിനകത്തുണ്ടായിരുന്നുവെന്ന് അപ്പോൾ മാത്രമാണ് നാട്ടുകാർ തിരിച്ചറിഞ്ഞത്. 41 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്ന് സർക്കാർ കണക്ക്. സംഭവം നടന്ന 1 വർഷം പിന്നിടുമ്പോഴും നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പല്ലാതെ മറ്റൊന്നും നടന്നിട്ടില്ല. ഇനിയിപ്പോൾ കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രദേശവാസികൾ. നഷ്ടപരിഹാരം ഇന്നല്ലെങ്കിൽ നാളെ തരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഇനി നിയമ നടപടികളിലേക്ക് പോകാമെന്നുള്ള ഒരു കോടതി തീരുമാനമാണ്. അപ്പോൾ ഞങ്ങൾ വക്കീലിനെ കണ്ടിട്ടുണ്ട്. വക്കീലിനെ കണ്ട് അതിനൊരു തീരുമാനം ശരിയാക്കാം. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമ്മൾ കൊടുത്താൽ മാത്രമേ വക്കീൽ അതിന് ഇടപെടുകയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് മുമ്പോട്ട് പോകണമെന്നാണ് എല്ലാവരുടെയും കാര്യം പറയുന്നത്. അതിപ്പോൾ 5 ആളല്ലെങ്കിൽ 5 ആൾ നിൽക്കും ഈ കാര്യത്തിൽ. ഏതായാലും ഇതിനൊരു നടപടി ഉണ്ടാകണം, അതാണ് ഞങ്ങളുടെ തീരുമാനം. തൃപ്പൂണിത്തുറയിൽ സ്ഫോടനത്തെ തുടർന്ന് പ്രദേശവാസികൾ കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തിലാണ് വരാപ്പുഴയിലും അത്തരമൊരു നീക്കം നടക്കുന്നത്. വരാപ്പുഴ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലം കൂടിയായിരുന്നിട്ടും തങ്ങളുടെ കാര്യത്തിൽ വലിയൊരു ഇടപെടൽ ഉണ്ടായില്ലെന്ന പരാതിയും നാട്ടുകാർക്കുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഇടവേള. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച പ്രശ്നത്തിൽ കേന്ദ്രവുമായുള്ള സംസ്ഥാനത്തിന്റെ ചർച്ച ഇന്ന്. സുപ്രീം കോടതി നിർദ്ദേശം അനുസരിച്ചാണ് ചർച്ച. കേരളം നിയോഗിച്ച സംഘം ഇന്ന് ഡൽഹിയിലെത്തും. ചർച്ചയിലെ തീരുമാനങ്ങൾ തിങ്കളാഴ്ച അറിയിക്കാനാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. ധനമന്ത്രി KN ബാലഗോപാൽ നേതൃത്വം നൽകുന്ന 4-അംഗ പ്രതിനിധി സംഘമാണ് ചർച്ചകളിൽ പങ്കെടുക്കുക. സംസ്ഥാനത്ത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിക്കും. 13 ഇനം സാധനങ്ങൾക്ക് നൽകി വന്നിരുന്ന 55% സബ്സിഡി 35%ആക്കി കുറച്ചു. 8 വർഷത്തിന് ശേഷമാണ് സപ്ലൈകോ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നത്. എങ്കിലും പൊതുവിപണിയിലെ വിലയിലും കുറവായിരിക്കും സപ്ലൈകോ വഴി ലഭിക്കുന്ന സാധനങ്ങളുടെ വില. നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഇന്ന് അവസാനിക്കും. വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത വിഷയം ഇന്ന് സഭയെ പ്രക്ഷുബ്ധമാക്കിയേക്കും. അടിയന്തര പ്രമേയ നോട്ടീസായി ഇത് സഭയിൽ കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ ആലോചന. വയനാട് പയ്യമ്പിള്ളിയിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്തിയ കാട്ടാന ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള ദൌത്യം 5-ാം ദിനത്തിൽ. റേഡിയോ കോളറിൽ നിന്ന് സിഗ്നൽ കിട്ടുന്ന മുറയ്ക്ക് ആനയെ തേടി നീങ്ങാനാണ് തീരുമാനം. ഇന്നലെ ബേലൂർ മഗ്നയ്ക്കൊപ്പമുള്ള മോഴയാന ദൌത്യസംഘത്തിന് നേരെ പാഞ്ഞെടുത്തിരുന്നു. വിവിധ സംഘമായി തിരിഞ്ഞാണ് വനംവകുപ്പ് ആനയ്ക്കായുള്ള ദൌത്യം തുടരുന്നത്. വയനാട്ടിൽ വന്യജീവി ആക്രമണം തുടർച്ചയായി ഉണ്ടാകുന്നതിൽ നടപടികളുമായി സർക്കാർ. ഇന്ന് രാവിലെ വയനാട്ടിലെ ജനപ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ചർച്ച നടത്തും. യോഗത്തിൽ വനം മന്ത്രി AK ശശീന്ദ്രനും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും.
കുസാറ്റ് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിക്കുന്നത്. വിവിധ അന്വേഷണ റിപ്പോർട്ടുകൾ തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണമെന്നുമാണ് KSUവിന്റെ നിലപാട്. കേസിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമില്ലെന്നാണ് സർക്കാർ നിലപാട്. തനിക്കെതിരെ മതവിദ്വേഷ പ്രസംഗം നടത്തിയതിന്റെ പേരിലുള്ള FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഇന്നുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടികളൊന്നും സ്വീകരിക്കരുതെന്ന ഇടക്കാല ഉത്തരവ് നിലവിലുണ്ട്. കളമശ്ശേരി സ്ഫോടനത്തിന്റെ CBSE 10 +2 ക്ലാസുകളുടെയും പരീക്ഷ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. 10ാം ക്ലാസ് പരീക്ഷ മാർച്ച് 13-നും +2 പരീക്ഷ ഏപ്രിൽ 2-നും അവസാനിക്കും. CBSE ബോർഡ് പരീക്ഷകൾ 55 ദിവസം നീണ്ടുനിൽക്കുകയും ഏപ്രിൽ 10-ന് അവസാനിക്കുകയും ചെയ്യും. ചെട്ടിക്കുളങ്ങര കുംഭഭരണി ഉത്സവം ഇന്നാണ്. ഏറെ നാളായുള്ള ഭക്തരുടെ അധ്വാനം 13 കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ കാഴ്ചക്കണ്ടത്തിൽ അണിനിരക്കും. ആയിരക്കണക്കിന് ഭക്തരാണ് ചെട്ടിക്കുളങ്ങരയിലേക്ക് എത്തുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രന്റെ റിപ്പോർട്ടിലേക്ക്. ചരിത്രപ്രസിദ്ധമായ ചെട്ടിക്കുളങ്ങര കുംഭഭരണിയുടെ ചടങ്ങുകൾ ഓരോന്നായി പുരോഗമിക്കുകയാണ്. ഇപ്പോൾ കുത്തിയോട്ടങ്ങളുടെ വരവാണ് ഈ ക്ഷേത്രമുറ്റത്തേക്ക് ഉള്ളത്. കാരണം രാവിലെ ഏതാണ്ട് 6 മണി മുതൽ തന്നെ കുത്തിയോട്ടങ്ങളുടെ വരവ് ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് 4ാമത്തെ കുത്തിയോട്ടം ക്ഷേത്രത്തിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ ദേവിയുടെ മുന്നിൽ വന്ന് കുത്തിയോട്ട സമർപ്പണത്തിന് ശേഷമാണ് പുറത്തേക്ക് പോവുക. ഓരോ കുത്തിയോട്ടങ്ങൾക്കും വന്ന് കയറാനും തിരിച്ച് മടങ്ങാനുമൊക്കെയുള്ള പ്രത്യേകമായ സമയക്രമീകരണമുണ്ട്. അത് വളരെ ചിട്ടയായി തന്നെ രാവിലെ മുതൽ നടക്കുന്നുണ്ട്. ഇന്ന് ഈ ഒരു 12 മണി വരെയെങ്കിലും കുത്തിയോട്ടങ്ങളുടെ വരവ് ഉണ്ടാകും. നമുക്ക് ഈ കാണുന്നതൊക്കെ ലക്ഷക്കണക്കിന് ഭക്തർ അവര് മണിക്കൂറുകളായി ക്യൂ നിന്ന് ഈ കടുത്ത വെയിലുമൊക്കെ അവഗണിച്ച് മണിക്കൂറുകളായി ക്യൂ നിന്ന് ദർശനം നടത്തി മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ക്രമീകരണങ്ങൾ ഒരുപാട് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് കെട്ടുകാഴ്ചകൾ, 13 കരകളിലെയും കെട്ടുകാഴ്ചകൾ ഇങ്ങോട്ടേക്ക് വരിക. അതും പ്രൗഢഗംഭീരമായ കാഴ്ചയാണ്. ഈ തൊട്ടുപിറകിൽ കാണുന്ന കാഴ്ചക്കണ്ടത്തിൽ ഈ കെട്ടുകാഴ്ചകൾ ഏതാണ്ട് ഒരു 6 മണിക്ക് ശേഷം നിരന്നു തുടങ്ങും. രാത്രി വരെ ഈ കെട്ടുകാഴ്ചകളുടെ ഒരു ദൃശ്യമുണ്ടാകും. അത് കാണാനായി നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് വരിക. നമുക്കറിയാം, കഴിഞ്ഞ 7 ദിവസമായി ഓണാട്ടുകരയും പരിസര പ്രദേശവും കുംഭഭരണിയുടെ ഒരു ഭക്തി ലഹരിയിലാണ്. കുത്തിയോട്ട വീടുകളിലെ താളമടിച്ചുള്ള കുമ്മികൾ, ചുവടുകൾക്കൊപ്പം ഈ വഴിപാട് കഞ്ഞിസദ്യ, ഒപ്പം കെട്ടുകാഴ്ചകളുടെ നിർമ്മാണമൊക്കെ വളരെ പ്രൗഢഗംഭീരമായ ചടങ്ങുകളായി ഇവിടെ നടക്കുന്നുണ്ട്. ഓരോ വർഷവും ഈ കുംഭഭരണിയുടെ ഒരു ഗാംഭീര്യം അത് വല്ലാതെ വർദ്ധിക്കുന്നുണ്ട്. പുതിയ തലമുറ പോലും ഇതിലേക്ക് ലയിച്ചു ചേരുന്ന ഒരു പശ്ചാത്തലം. അങ്ങനെ കുംഭഭരണി എന്ന മഹോത്സവം, അതായത് ഓണാട്ടുകാരുടെ ഓണം എന്നറിയപ്പെടുന്ന കുംഭഭരണി എന്ന മഹോത്സവം അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ കൊണ്ടാടുകയാണ് ഓണാട്ടുകരക്കാർ. ഇപ്പോൾ ചെട്ടിക്കുളങ്ങര ദേവിയുടെ ക്ഷേത്ര തിരുനടയിൽ നിന്ന് പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ, ന്യൂസ് 18. സ്പോർട്സ്. രാജ്കോട്ട് ടെസ്റ്റിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. KL രാഹുലിന് പകരക്കാരനായി സർഫ്രാസ് ഖാനും വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറൽ എന്നിവരും ടീമിൽ ഇടം നേടി. ഓരോ മത്സരങ്ങൾ വീതം ജയിച്ച ഇരു ടീമുകൾക്കും പരമ്പരയിൽ മുന്നിലെത്തുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ മത്സരത്തിൽ തിളങ്ങിയില്ലെങ്കിലും രജത് പാട്ടിദാറായ 11-ൽ ഇടം പിടിച്ചു. വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സ് കാണാം. നമസ്കാരം.